ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ലാത്ത രണ്ട് വ്യായാമങ്ങൾ. കാരണം നിങ്ങൾ ആ വ്യായാമങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കുക. കാരണം എന്ന് വെച്ചാൽ വളരെയേറെ ബെനിഫിറ്റ് ആയിട്ടുള്ള എക്സസൈസുകളാണ്. നമ്മളൊരു 50 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട വിചാരം നമുക്ക് വളരെ ഹെവി ആയിട്ടുള്ള വർക്കൗട്ടുകൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് നമ്മുടെയൊക്കെ ഒരു പൊതുവായിട്ടുള്ള ധാരണ. എങ്കിൽ ആ ധാരണകൾ നിങ്ങൾ തിരുത്തിക്കൊള്ളുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന രണ്ട് വ്യായാമങ്ങൾ നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന വ്യായാമങ്ങളാണ്. ഓക്കെ, അതിൽ പ്രധാനമായിട്ടുള്ള ഒരു എക്സസൈസ് എന്ന് പറയുന്നത് പുഷപ്സ് ആണ്. പുഷപ്സ് മിക്കവാറും ആൾക്കാരുടെ എല്ലാം നമ്മൾ പുഷപ്സ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അയ്യോ വയസ്സ് 50 ഇനിയിപ്പോൾ എങ്ങനെയാണ് പുഷപ്സ് ചെയ്യുന്നത്, അത് വലിയ പാടാണ് എന്ന് പറയാറുണ്ട്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയരുത്. പുഷപ്സ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെ സ്ട്രെങ്ത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ പല പല മസിൽസിനെ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന, സ്ട്രെങ്ത് കൂട്ടാൻ സഹായിക്കുന്ന സൂപ്പർ ഒരു എക്സസൈസ് ആണ് പുഷപ്സ് എന്ന് പറയുന്നത്. അതേപോലെ സെക്കൻഡ് എക്സസൈസ് എന്ന് പറയുന്നത് പ്ലാങ്ക് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ രണ്ട് വ്യായാമങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ഒരു തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുഷപ്സ് പാടാണ്, യഥാർത്ഥ ഫോമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കം മുതൽ എങ്ങനെയാണ് പുഷപ്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്ലാങ്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് വളരെയേറെ ബെനിഫിറ്റ് ആയിട്ടുള്ള, അപ്പം ഞാൻ ഇത് ചെയ്ത് കാണിക്കുന്നതിനോടൊപ്പം ഇതിന്റെ ഗുണങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഒട്ടും താമസിയാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് പുഷപ്സ് ആണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പുഷപ്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ചും 50 വയസ്സിന് ശേഷം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് സ്ത്രീയോ പുരുഷനോ ആരുമായിക്കോട്ടെ എല്ലാവർക്കും ഒരേപോലെ പ്രയോജനം കിട്ടുന്ന ഒരു എക്സസൈസ് ആണ് പുഷപ്സ് എന്ന് പറയുന്നത്. അപ്പം പുഷപ്സിന്റെ ശരിക്കുള്ള ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് പുഷപ്സ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ പുഷപ്സ് ചെയ്യുന്നത്. ഓക്കെ, ഇതേ കണക്കാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ടൊക്കെ നമ്മൾ പുഷപ്സ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പൊസിഷനിൽ ചെയ്യാൻ പാടായിരിക്കും. അപ്പം നിങ്ങൾക്ക് പുഷപ്സ് എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതാണ്ട് ഈ കാലിന്റെ മുട്ടുകൾ നിങ്ങൾക്ക് ഇതേ കണക്ക് ഫ്ലോറിൽ ഇതേ കണക്ക് ഉറപ്പിച്ച് നിർത്താം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പില്ലോ എടുത്തിട്ട് ആ പില്ലോയിൽ നിങ്ങൾക്ക് കാലിന്റെ മുട്ട് ഇതേ കണക്ക് താഴെ ഉറപ്പിച്ച് നിർത്താം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇത് കണ്ടില്ലേ, നിങ്ങളുടെ ബോഡി പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കണം. നിങ്ങളുടെ കൈകളുടെ ഒരു അകലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോൾഡർ വിത്ത് ആയിരിക്കണം. ഓക്കെ, ഈ ഒരു ഷോൾഡറിന്റെ ലെവലിൽ നിങ്ങൾ കൈ ഇതേ കണക്ക് വെക്കുക. ഓക്കെ, ഞാൻ ഈ വെച്ചിരിക്കുന്ന അതേപോലെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഇത് വളരെ ഈസിയാണ്. നിങ്ങൾ തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ പുഷപ്സ് പാടാണെന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. ഇതിന്റെ യഥാർത്ഥ ഫോമിൽ ചെയ്യുന്നതിന്റെ ഗുണം തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ചെസ്റ്റ് നിങ്ങൾ അപ്പ് ചെയ്യുക നല്ല രീതിയിൽ. ഓക്കെ, ചെസ്റ്റ് അപ്പ് ചെയ്യുക ഇതേപോലെ നിങ്ങൾ നേരെ നോക്കുക. അതിനുശേഷം നിങ്ങൾ പതുക്കെ താഴോട്ട് ഇതേപോലെ താഴോട്ട് വരാം. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇതേപോലെ താഴോട്ട് വരിക, ബ്രീത്ത് ഇൻ ചെയ്യുക, മുകളിലോട്ട് ഇതേ കണക്ക് അപ്പ് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണ് പുഷപ്സ് എന്ന് പറയുന്നത്. അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കൈയുടെ മുട്ടുകളൊന്നും ഇങ്ങനെ പോകരുത്. ഓക്കെ, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇതേ കണക്കായിരിക്കണം പോകേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. വെരി സിമ്പിൾ, നിങ്ങൾ ചെയ്യണം, മസ്റ്റായിട്ടും ചെയ്യണം. ഇതേപോലെ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് താഴോട്ട് വരിക, നിങ്ങളെ ചെസ്റ്റ് മാക്സിമം ഫ്ലോറിൽ മുട്ടുന്ന രീതിയിൽ ഇതേപോലെ. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് അപ്പ് ചെയ്യാം. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം പുഷപ്സ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പുഷപ്സ് ചെയ്യുന്ന വഴി നിങ്ങളുടെ ഷോൾഡർ മസിൽ, ഓക്കെ, ഈ ഒരു ഭാഗത്തെ മസിൽസ് നല്ല സ്ട്രെങ്ത് ആവും. അതിനൊക്കെ നിങ്ങളുടെ ചെസ്റ്റ് മസിൽ ഉണ്ടല്ലോ, നമ്മുടെ ഈ ചെസ്റ്റ് മസിൽ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. അതിനൊക്കെ തന്നെ കോർ മസിൽ, നിങ്ങളുടെ വയറിന്റെ മസിൽസുകൾ നല്ല രീതിയിൽ സ്ട്രെങ്ത് ചെയ്യും. നിങ്ങളുടെ ബാക്ക് മസിൽ സ്ട്രെങ്ത് ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെയേറെ വളരെയേറെ ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യായാമം ചെയ്യുന്ന വഴി കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ തുടക്ക സമയത്ത് ഇത് കണക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നെ അതിന്റെ ഒറിജിനൽ ഫോമിലോട്ട് നിങ്ങൾക്ക് പതുക്കെ പതുക്കെ വരാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഒറിജിനൽ ഫോം എന്ന് പറയുന്നത് കൈയുടെ അകലമൊക്കെ അത് തന്നെ നമ്മൾ ഈ ഒരു പൊസിഷനിലോട്ട് വരിക. അതിനുശേഷം ഇതേപോലെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് ഒരു 10 എണ്ണമെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ല ഒരു കപ്പാസിറ്റിയും ഒരു സ്റ്റാമിനയും ഒരു സ്ട്രെങ്തും ഒക്കെ നിങ്ങൾക്ക് അപ്പർ ബോഡിക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് പുഷപ്സ് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യുക. നിങ്ങൾക്ക് 50 വയസ്സിന് ശേഷം നിങ്ങളുടെ ബോഡിയെ ആരോഗ്യകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ല വ്യായാമങ്ങളിലൊന്നാണ് പുഷപ്സ്.